ഹലോ യൂട്യൂബ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ബാൾഡ് ആൻഡ് ബിയർഡ് വ്ളോഗ്സ്. അപ്പോൾ ഒരു 7 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, നമുക്കൊരു ചെറിയൊരു ബാംഗ്ലൂർ ട്രിപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയതായിരുന്നു. അങ്ങനെ അവിടുന്ന് ഒരു വൈബിങ് ചില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ചൊന്ന് ഹെൽത്ത് കണ്ടീഷൻ മോശമായി. പിന്നെ അവിടെ ക്ലൈമറ്റ് ചേഞ്ചും നല്ല തണുപ്പാണ്. പിന്നെ ബൈക്ക് റൈഡും തിരിച്ചും പോകുന്നതും വന്നതൊക്കെ ബൈക്കിലായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, അങ്ങനെ തിരിച്ചെത്തുമ്പോഴേക്കും ഒരു അവസ്ഥയായി. പിന്നെ ന്യൂ ഇയർ കഴിഞ്ഞ് ന്യൂ ഇയറിന്റെ സെലിബ്രേഷൻ കഴിഞ്ഞ് ഒരു 2 ദിവസം റെസ്റ്റ് ഒക്കെ എടുത്ത് വീണ്ടും പുതിയ വീഡിയോ ഇടാന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് നിരന്തരമായിട്ട് പെട്ടെന്ന് തന്നെ പുതിയ സിനിമയുടെ വിശേഷം മറ്റു വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ പറ്റുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഞാൻ പരമാവധി ട്രൈ ചെയ്യുന്നതാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും 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 ഇതുപോലെ തന്നെ കാണാം. സോ അധികം ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നേരെ നമുക്ക് വീട്ടിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. അങ്ങനെ ഇന്നലെ ഒരു തെലുഗു പടം കണ്ടു, മംഗളവാരം. OTT റിലീസ് ആയിരുന്നു പടം, ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ. ആക്ച്വലി ഇത് തിയേറ്റർ റിലീസ് കഴിഞ്ഞ് OTT റിലീസ് ആയതാണ്. സോ ഒരു 10 ദിവസമായി പടം. ആക്ച്വലി മംഗളവാരത്തിന്റെ കുറച്ച് പോസ്റ്റേഴ്സും കുറച്ച് ട്രോളും കാര്യങ്ങളൊക്കെ, ട്രോൾ മീൻസ് ഇൻ ദ പോസിറ്റീവ് സെൻസ്, നല്ല കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയൊക്കെ കണ്ടു. അപ്പൊ പിന്നെ മംഗളവാരം കണ്ടപ്പോൾ അത് കാണാൻ തോന്നി. ഒരു ഹൊറർ ത്രില്ലർ സോണുള്ള ഒരു പടവും കൂടിയാണ്. സോ പടത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് തന്നെ മംഗളവാരം. മംഗളവാരം എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച, മലയാളത്തിലെ ചൊവ്വാഴ്ചയാണ്. ഇത് മംഗളവാരം ആക്ച്വലി ഹിന്ദി വേർഡാണ്. ഹിന്ദിയിലാണ് മംഗളവാരം എന്ന് മംഗൾവാർ എന്ന് പറയുന്നത്. പിന്നെ തെലുങ്കിലും അത് ആണോ എന്ന് അറിയില്ല, ആയിരിക്കണം. അതുകൊണ്ടായിരിക്കണം അവർ അങ്ങനത്തെ ഒരു പേരിട്ടത്. സോ ചൊവ്വാഴ്ച, ഒരു ഗ്രാമത്തില് ചൊവ്വാഴ്ച എന്തൊക്കെയോ അപ്രതീക്ഷിത സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളത് പടം കാണുക. ഈ സംഭവിക്കുന്ന ചൊവ്വാഴ്ച ദിനങ്ങളിൽ സംഭവിക്കുന്ന ആ ഒരു അപ്രതീക്ഷിത വിചിത്രമായ സംഭവങ്ങളാണ് ഈ പടത്തിന്റെ തുടക്കം. ഇതിന്റെ ഒരു ബേസിക് സംഭവം എന്ന് പറഞ്ഞത്. സോ ഇത് ആരാണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് കഥയുടെ ഒരു കാര്യം. സോ കഥയിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിന്റെ സംവിധായകൻ അജയ് ഭൂപതി എന്ന് പറഞ്ഞ ഡയറക്ടർ ആണ് ഇതിന്റെ സ്റ്റോറിയും കൂടി നിർവഹിച്ചിട്ടുള്ളത്. നല്ല ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന പായൽ രജ്പൂത്ത് എന്ന് പറഞ്ഞ നടി. പായൽ രജ്പൂത്തിന്റെ കുറെ പടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അറിയാൻ കൂടിയില്ല. ഇപ്പൊ ഗൂഗിൾ നോക്കിയപ്പോഴാണ് പായൽ രജ്പൂത്ത്. നല്ല കിഡിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല അഭിനയം, സൂപ്പർബ് ആക്ടിങ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ഇതിൽ ദിവ്യ പിള്ള ഉണ്ട് മലയാളത്തില്. പിന്നെ അജ്മൽ അമീർ, പണ്ടത്തെ നമ്മുടെ പാട്ടിലൊക്കെ ഉള്ള അജ്മൽ അമീർ ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് കഥാപാത്രങ്ങൾ വേറെ ഉണ്ട്. സോ കഥയിലേക്ക് വരികയാണെങ്കിൽ ഒരു 2 കുട്ടികളുടെ കഥ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഷാലു ആൻഡ് രവി, ഇവരുടെ കഥ, ഇവരുടെ എന്താണ് പ്രണയമല്ല, സോറി, സൗഹൃദം കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിലെന്തൊക്കെയോ സംഭവിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഗ്രാമത്തിലേക്ക്, ഒരു പുതിയൊരു ഗ്രാമമാണ്, ഒരു വലിയൊരു ഗ്രാമം, ഒരു കുഗ്രാമം. ആ കുഗ്രാമത്തിലെ കുറെ ആളുകൾ, കഥാപാത്രങ്ങൾ, അവരുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പരിചയപ്പെടുത്തുന്നു. അവിടെ ആചാരങ്ങൾ, അവരുടെ വിശ്വാസങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഗ്രാമത്തിലാണ് പെട്ടെന്നൊരു ചൊവ്വാഴ്ച ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. എന്താ ഉണ്ടാകുന്ന വെച്ചാൽ ഗ്രാമത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് എല്ലാ ചൊവ്വാഴ്ചയും ഒരു എഴുത്ത് പ്രത്യക്ഷപ്പെടുകയും, ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെടുകയും, ഈ ചുവരെഴുത്തിൽ അവര് എഴുതിയിട്ടുള്ള ആൾക്കാരുടെ പേരെഴുതും. അവര് മരിച്ചു പോകുന്ന ഒരു വിചിത്രമായൊരു സംഭവം. അപ്പൊ ആൾക്കാർ ഇത് കണ്ട് ഭയപ്പെടുകയും, ഇത് ആരാണ് ഇത് ചുമരിലേക്ക് എഴുതുന്നത്, ഇതെന്താണ് എഴുതുന്നത്, ആരൊക്കെയോ കൊലപ്പെടുത്തുന്നതാണ്. അങ്ങനെ പോലീസ് അന്വേഷണം വരുന്നു, നാട്ടുകാർ അന്വേഷിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഈ കഥയിലേക്ക് കടക്കുന്നത്. വളരെ അടിപൊളി നീറ്റ്. ഇത് കുറച്ച് എന്താണ് ഹൊറർ എലമെന്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ത്രില്ലർ ആണ് ആക്ച്വലി. പിന്നെ അത് കുറച്ച് സൂപ്പർ നാച്ചുറൽ പവർ, അങ്ങനത്തെ കാര്യങ്ങൾ നന്നായിട്ട് സംഭവം കൊടുക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ളത് എനിക്ക് ഇതില് BGM ആൻഡ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പിന്നെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് അജ്നീഷ് ലോക്നാഥ് ആണെന്ന് തോന്നുന്നു ഇതിന്റെ മ്യൂസിക് നിർവഹിച്ചിട്ടുള്ളത്. അടിപൊളി മ്യൂസിക്. എന്താ പറഞ്ഞാല് BGM എന്നെല്ലാം പറഞ്ഞാല് നമുക്ക് എന്താ പറയാ, നമുക്കിങ്ങനെ ത്രില്ലടിക്കും ആ ഒരു മ്യൂസിക്കും. അതേപോലെ അതിന്റെ ക്യാമറ വർക്ക്, കുറച്ച് നൈറ്റിലൊക്കെ ഉള്ള സീനുണ്ട്. അത് നമ്മളെ ചിലപ്പോൾ പേടിപ്പെടുത്തുന്ന, ത്രില്ലടിപ്പിക്കുന്ന സംഭവങ്ങൾ. ക്യാമറ വർക്ക് എന്ന് പറഞ്ഞാൽ പല ആംഗിളിൽ നിന്നൊക്കെ എടുക്കുന്ന സംഭവങ്ങൾ. അത് നന്നായിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സിനിമ. നമ്മൾ OTT മൊബൈലിൽ പിടിച്ചിരുന്നാൽ ഇത് ആവില്ല, അതിന്റെ അത് സംഭവം കിട്ടൂല. പക്ഷെ തിയേറ്ററിൽ പോയിട്ട് കാണുന്ന കിടുക്കട്ടി സംഭവം. ആ നൈറ്റിൽ കുറെ സീനും, ആ ഒരു വെളിച്ചം, പെട്ടെന്ന് വെളിച്ചം വരുന്നത്, ഞെട്ടുന്നത്, വിത്ത് ദാറ്റ് BGM. ആ BGM ഞാൻ എന്തായാലും ഇതൊക്കെ തപ്പിപ്പിടിക്കും പെട്ടെന്ന് തന്നെ. അത് എനിക്ക് റിംഗ് ടോൺ ആയിട്ട് വേണം. നമുക്ക് ഈ BGM ഞാൻ കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് കാന്താരയാണ് മനസ്സിൽ. പിന്നെ തെയ്യം, ഈ രണ്ടും കൂടി പെട്ടെന്ന് വന്നു. ആ സൂപ്പർ നാച്ചുറൽ പവർ ഒക്കെ വരുന്ന സമയത്ത് ആ BGM അറ്റ് ഇറ്റ് സ്പീക്ക് നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതിൽ കുറെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് 2 ഇമോഷണൽ സോങ് ഉണ്ട്. പിന്നെ അത് മലയാളത്തിലേക്ക് വരുമ്പോൾ
നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്, അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആ ഫീല് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിലെന്ന് പറഞ്ഞിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്തായാലും കാണിക്കുമല്ലോ. അതാണ് ആക്ച്വലി നമുക്ക് കൺവിൻസ് ആയിട്ട് വരുന്നത്. ചില സമയത്ത് സിനിമയിൽ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി കൺവിൻസ് ആയിട്ടില്ലെങ്കിൽ അവിടെ പോയി സിനിമ. അല്ലെ, നമുക്കിത് കൺവിൻസ് ആയിേ ഇതെന്താണ് എന്ന് തോന്നിയാൽ പോച്ച്. അങ്ങനെ വരുന്ന സംഭവം സ്ഥലത്ത് ഇത് നല്ല കൺവിൻസ് ആയിട്ടൊരു സ്റ്റോറി അത് വെച്ചിട്ടുണ്ട്. അത് സംവിധായകന്റെ ആ സ്റ്റോറി എഴുതിയ ആൾക്കാർ ഡയറക്ടർ കഴിവ് തന്നെയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറിയിൽ തന്നെ ഒരു രോഗാവസ്ഥയെ കുറിച്ചിട്ടും വലിയ ബേസിക് ആയിട്ട് സംഭവം പറയുന്നുണ്ട്. രോഗാവസ്ഥ വരുന്നതും ആ കുട്ടി ആ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നതും നായിക പോകുന്നതും പിന്നെ അവരുടെ സ്ട്രഗിള് കാര്യങ്ങള്, പിന്നെ എങ്ങനെയാണ് സംഭവം അതിലേക്ക് നയിക്കുന്നത്, ഇതെന്തിനാണ് കൊലപാതകം ചെയ്യുന്നത്, എന്തിനാണ് എഴുതി വെക്കുന്നത്, എന്താണ് സംഭവം എന്നുള്ള ആ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി കറക്റ്റ് ആയിട്ട് നമുക്ക് ഇമോഷണൽ ആയിട്ട് ടച്ച് ആവുന്ന സ്റ്റോറി തന്നെയാണ്. അതിലും ഈ ഹൊറർ എലമെന്റ്, ത്രില്ലിംഗ് എലമെന്റ് ഒക്കെ വരുന്ന സമയത്ത് പടം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊടുത്ത പൈസ, അപ്പൊ തിയേറ്ററിൽ പോയി കാണുക തന്നെ നമുക്കൊരു കൊടുത്ത പൈസ 100-200 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ വർത്ത് ഇറ്റ്, അത്ര പറയാനുള്ളൂ. നമുക്ക് തിയേറ്ററിൽ പോയിട്ട് കാണുന്നത് മോർ ദാൻ നമുക്ക് കൊടുക്കുന്ന പൈസ മോർ ദാൻ വർത്താണ്. OTT കാണുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താണ് ഒരു ത്രില്ലിംഗ് എലമെന്റ്സ് ഉണ്ട്, ഹൊറർ ഉണ്ട്, നല്ല മ്യൂസിക് ഉണ്ട്, പിന്നെന്താണ് നമുക്ക് വേണ്ടത്, നല്ലൊരു ക്ലൈമാക്സും കൂടി ഉണ്ട്. അത് എടുത്തു പറയണം. ക്ലൈമാക്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ചില ക്ലൈമാക്സ് നമ്മൾ ചീറ്റി പോകും. അത് ചീറ്റി പോയാൽ സിനിമ മൊത്തം പോയി. പക്ഷെ ഇതില് അത് വളരെ നീറ്റായിട്ട് തന്നെ ക്ലൈമാക്സ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇമോഷണൽ ആയിട്ടാണെങ്കിലും ആ ത്രില്ലിംഗ് ഒരു ട്വിസ്റ്റുകൾ നമ്മൾ കുറെ വാരി വെതറി ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അവസാനത്തെ ട്വിസ്റ്റാണ് പൊളിച്ചത്. അതൊരു പൊളിയായിരുന്നു. ഇത് ആരാണ് മെയിൻ വില്ലെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് ആകാംക്ഷയിലെങ്കിലും ഇരിക്കുന്ന സമയത്ത് ആ വില്ലനെ കാണിക്കുന്നതും അത് നമ്മൾ ആരും വിചാരിക്കാത്തൊരു സംഭവം. കുറെ കഥാപാത്രങ്ങളുണ്ടല്ലോ, നമുക്ക് അറിയില്ല ഇത് ആരാണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് വേറൊരു ഡിസ്ട്രിക്ട്, അത് നമ്മൾ കിളിമാറിക്കുന്ന ഒരു സംഭവമാണ്. ചെറിയൊരു സംഭവമാണ്, പക്ഷെ എന്റെ മോനെ എന്നുള്ളൊരു ഫീൽ നമുക്ക് വരും. അപ്പൊ അതും കൂടി വന്നപ്പം ആ ഒരു ക്ലൈമാക്സ് പ്രോപ്പർ അങ്ങോട്ടായി, സെറ്റായി. പിന്നെ ഇതിന്റെ സെക്കൻഡ് പാർട്ടും കൂടി വരുന്നുണ്ട് എന്നുള്ളൊരു സംഭവം കൂടി വെച്ചിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. കിടിലം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമല്ല, പക്ഷെ ഒരു ഡീസന്റ്, അതിനേക്കാളും മുകളിൽ വരുന്ന ഒരു ത്രില്ലർ തന്നെയാണ്. നല്ലൊരു ഹൊറർ ഫീൽ തരുന്ന ത്രില്ലർ. സോ മസ്റ്റ് വാച്ച്, ഗോ ആൻഡ് ട്രൈ. ഇങ്ങനത്തെ പടങ്ങൾ കാണുക, അത്രേ ഉള്ളൂ. വലിയ കാര്യങ്ങളൊന്നും അല്ല. പിന്നെ ഫസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് സമയത്തൊക്കെ ലാഗ് അടിക്കും. അതിന്റെ കുറച്ച് ചെറിയ കോമഡി കാര്യങ്ങൾ അത് നമുക്ക് അങ്ങനെ ടച്ച് ആവില്ല. ബിക്കോസ് ഇത് തെലുഗു ആണല്ലോ. ഈ തെലുഗു പടത്തിന്റെ കോമഡികൾ നമുക്ക് മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് അത് കുറച്ചൊരു അരോചകമായിട്ട് നമുക്കൊരു ഫീൽ ചെയ്യും. അത് പിന്നെ സാധാരണ, അതൊന്നും മൈൻഡ് ആക്കണ്ട. പക്ഷെ ഒരു 10-40 മിനിറ്റിന് ശേഷം പടം നല്ല കയറി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ നമുക്ക് പിടിച്ചിരുത്തുന്നുണ്ട്. പിന്നെ ഇതിലെന്ന് പറഞ്ഞാല് കുറച്ച് അഡൾട്ട് കണ്ടന്റ് കുറച്ച് കൂടുതലുണ്ട്. സോ അത് ഫാമിലി ആയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല, എനിക്ക് തോന്നുന്നു ആവില്ല. നമുക്ക് ഫാമിലി കാണാൻ പറ്റില്ല. പക്ഷെ അത് ആ കഥയിൽ വേണ്ടത് തന്നെയാണ്. അത് തന്നെയാണ് ഈ കഥയിൽ പറയുന്നതും. ആ ഒരു സ്റ്റോറി അങ്ങനെയാണ്. സോ അത് നിങ്ങൾ പടം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ മംഗളവാരം എന്ന ചൊവ്വാഴ്ച പൊളിച്ചിട്ടുണ്ട്. എല്ലാവരും പോയി എല്ലാവരും OTT കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടും എന്തായാലും.